വളാഞ്ചേരിയിൽ അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വളാഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് സംഘടന നിവേദനം നൽകി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പെർമിറ്റും പുതുക്കാതെയും ഇൻഷുറൻസും ടാക്സും അടയ്ക്കാതെയും ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തി ചില ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നതായി CITU ആരോപിച്ചു. ഇത്തരം വാഹനങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും നിയമാനുസൃതമായി സർവീസ് നടത്തുന്ന തൊഴിലാളികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും സംഘടന ചൂണ്ടിക്കാട്ടി. അനധികൃതമായി സർവീസ് നടത്തുന്ന ചിലർ യാത്രക്കാരിൽ നിന്ന് അമിത കൂലി ഈടാക്കുകയും ചോദ്യം ചെയ്യുന്നവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നതായും ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു. ഇത്തരം വാഹനങ്ങൾക്കെതിരെ പോലീസ് കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. വളാഞ്ചേരിയിൽ മെച്ചപ്പെട്ട ഓട്ടോ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നും ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നും വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും CITU ആരോപിച്ചു. വളാഞ്ചേരിക്ക് മാത്രമായുള്ള ഓട്ടോറിക്ഷ പെർമിറ്റ് സംവിധാനം നടപ്പാക്കുന്നതിലും നഗരസഭയും പോലീസും ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും സംഘടന വിമർശിച്ചു. വളാഞ്ചേരിയിലെ ഓട്ടോ തൊഴിലാളികൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട വളാഞ്ചേരി CI പോലീസ് സ്റ്റേഷൻ്റെ SHO കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട CI ഇന്ന് വന്ന് കണ്ടിട്ടുള്ളത്. വളാഞ്ചേരിയിൽ നൂറുകണക്കിന് ഓട്ടോറിക്ഷകൾ ദൈനംദിനമായി ഓടുന്നുണ്ട്. എന്നാൽ അവിടെ മാന്യമായി തൊഴിലെടുക്കുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിധം പെർമിറ്റും ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഇൻഷുറൻസും ഒന്നും അടക്കാതെ നിരവധി വാഹനങ്ങൾ അനധികൃതമായി വളാഞ്ചേരി ടൗണിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇത്തരം സർവീസ് നടത്തുന്ന ആളുകൾ യാത്രക്കാരിൽ നിന്ന് അമിതമായി പണം ഈടാക്കി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിധമുള്ള പെരുമാറ്റവും പ്രയാസവുമൊക്കെ വളരെ സത്യസന്ധമായി മാന്യമായി തൊഴിലെടുക്കുന്ന സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. മാത്രവുമല്ല, വളാഞ്ചേരിയിൽ വലിയ തോതിൽ ഗതാഗത പ്രശ്നം നേരിടുന്ന ഒരു പട്ടണമാണ് വളാഞ്ചേരി നഗരം. നമ്മുടെ വളാഞ്ചേരി നഗരത്തിൽ ഈ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്നത് മൂലം ഏറ്റവും പ്രയാസത്തിൽ നിൽക്കുന്നത് ഓട്ടോറിക്ഷകളാണ്, ഇതുപോലെ ടാക്സി നടത്തുന്ന ഓട്ടോ തൊഴിലാളികളാണ്. മാത്രവുമല്ല, കൃത്യമായി ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നതിനുള്ള ഓട്ടോ സ്റ്റാൻഡ്, ഹോൾട്ടിംഗ് സൗകര്യം ഇതൊന്നും നഗരസഭ ഇതുവരെയായും വളരെ കൃത്യമായി തൊഴിലാളികളുടെ ആവശ്യപ്രകാരം ഒരുക്കി കൊടുത്തിട്ടില്ല. ഇത്തരം വിഷയങ്ങളാണ് നമ്മുടെ വളാഞ്ചേരിയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട SHOയെ നേരിൽ കണ്ട് തൊഴിലാളികളുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോട്ടോർ തൊഴിലാളി CITUവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നിവേദനം നൽകിയിട്ടുള്ളത്. ഏരിയ പ്രസിഡന്റ് KS സക്കീറിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി പ്രതിനിധികളായ മോഹനൻ PP, ബാലസുബ്രഹ്മണ്യൻ P, നാരായണൻ G, മനോജ് P, ജയരാജൻ VP എന്നിവർ ചേർന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് നിവേദനം നൽകിയത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.